ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതേ കൊടൈക്കനാലിൽ ഡേ 2 വീഡിയോ ആണ് കേട്ടോ അതായി വരുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ അതായി കാണുന്നത്. അങ്ങനെ രാവിലെ എല്ലാവരും എഴുന്നേറ്റു, കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഇനി കൊടൈക്കനാലിൽ ഉള്ള കാഴ്ചകളെല്ലാം കാണാനായിട്ട് ഇതാ പോകുകയാണ് കേട്ടോ. പക്ഷേ ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങളുടെ ഈ ദിവസം ഫുൾ ഫ്ലോപ്പായിരുന്നു കേട്ടോ. വമ്പൻ പരാജയമായിരുന്നു. അത് ഒന്നല്ല, പല കാരണങ്ങൾ കൊണ്ടാണ്. വീഡിയോസൊന്നും മര്യാദയ്ക്ക് എടുക്കാനേ സാധിച്ചിട്ടില്ല. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കോടയായിരുന്നു. കാരണം നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ വ്യൂ കാണാനാണല്ലോ നമ്മൾ പോകുന്നത്. അവിടുത്തെ ഒരൊറ്റ വ്യൂ പോലും കാണാനായിട്ട് സാധിച്ചില്ല. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ നിൽക്കുന്ന മഴ. എന്നാൽ ഈ മഴയുടെ ശക്തി കൂടുകയില്ല, കുറയുകയില്ല, ഒരേ ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുടയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ മഴ നനഞ്ഞിട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. അതുകാരണം ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് കാണാനോ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനോ ഒന്നിനും സാധിക്കാത്തൊരവസ്ഥ. മഴയില്ലേ, മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അത് കാരണം പെട്ടെന്ന് പോയി തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് വന്നിരുന്നത് കേട്ടോ. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കൊടൈക്കനാൽ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ദൃശ്യമായിട്ടേ കാണുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ മുതലാണ് പ്രോബ്ലം നമ്പർ 3 ആരംഭിക്കുന്നത് കേട്ടോ. അത് പറയാൻ കുറച്ച് സമയം വേണം, അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം കേട്ടോ. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ ഷോപ്പിലേക്കാണ്. ഇവിടുന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനം, ഹോം മെയ്ഡ് ചോക്ലേറ്റൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്ന വഴിയുടെ മുന്നിലുള്ള ഒരു കടയാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സൂയിസൈഡ് പോയിന്റ്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയായിട്ടില്ലേ? ഈ കമ്പിയുടെ അപ്പുറത്തുള്ള കോടമഞ്ഞ് കാണാനാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ. അതും ആ മെയിൻ വഴിയിൽ നിന്ന് ചെറിയൊരു ഇടുക്ക് വഴിക്കടെ ഇങ്ങനെ കുറച്ച് ദൂരം നടന്നിട്ട് വേണം ഇങ്ങോട്ട് എത്താനായിട്ട്. അതും അപ്പുറം ഇപ്പുറമൊക്കെ ഫുള്ള് കടകളാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ കടകളൊന്നും തുറന്നിട്ടില്ല. അടുത്തത് പ്രോബ്ലം നമ്പർ 4. ഭയങ്കര തിരക്കായിരുന്നു. ഫുൾ ബ്ലോക്ക്, വഴി ഫുള്ള് ബ്ലോക്ക്, നിറച്ച ആൾക്കാർ. പോകുന്ന സ്ഥലത്തൊക്കെ ഒരു രക്ഷയില്ല, അമ്മാതിരി തിരക്കായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാനായിട്ട് കുറേ സമയം ബ്ലോക്കിൽ കിടന്നാലാണ് കേട്ടോ ഒന്ന് പോകാൻ പറ്റുക. അടുത്തത് ഗുണ കേവിലേക്കാണ് പോണത്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള വഴിയിൽ വണ്ടി ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി നടന്നു. കാരണം വണ്ടി അവിടെ എത്തി, അപ്പുറത്തെത്തുമ്പോഴേക്കിനും നമുക്ക് ഗുണ കേവ് കണ്ട് തിരിച്ചിറങ്ങി വരാം. അത്രയ്ക്ക് സമയമെടുക്കും. അങ്ങനെ ഞങ്ങൾ ഗുണ കേവിലേക്ക് നടന്നെത്തിയിരിക്കുകയാണ്. ഇനി പ്രോബ്ലം നമ്പർ 3 എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ച ആ കടയില്ലേ, ആ കടയിൽ ഉണ്ടായിരുന്നത് പൂരി, ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും അതുപോലെ പിള്ളേരും ഒക്കെ ദോശയാണ് കഴിച്ചത്. മറ്റുള്ളവരും ദോശ ഓർഡർ ചെയ്തവരുണ്ട്. പക്ഷേ ദോശ അങ്ങോട്ട് എത്തണില്ല, ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കിട്ടാൻ താമസമായപ്പോൾ പൂരി വാങ്ങിച്ച് കഴിച്ചവരൊക്കെ ഉണ്ട്. അപ്പം മിക്കവരും അവിടെ പൂരിയാണ് കഴിച്ചത് കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞതോട് കൂടിയിട്ട് ആ നല്ല പണി ഈ പൂരി കഴിച്ചവർക്ക് കിട്ടി. കാരണം വയറിന് നല്ല അസ്വസ്ഥതയായിരുന്നു. ടോയ്ലറ്റിലൊക്കെ പോകേണ്ടി വന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് ഛർദി വരെയായിരുന്നു. മിക്കവരും നല്ലപോലെ അവശതയായി ഫസ്റ്റ് തന്നെ. ഞങ്ങൾ ദോശ കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഗുണ കേവിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അവിടെ കണ്ടോ കോടമഞ്ഞ്? ഫുള്ള് കോടമഞ്ഞല്ലേ. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഴ നനഞ്ഞ് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇപ്പോൾ പൈൻ ഫോറസ്റ്റ് എത്തി. ഗുണ കേവിൽ നിന്ന് ഒരു കുറച്ച് ദൂരമുള്ളൂ കേട്ടോ പൈൻ ഫോറസ്റ്റിലേക്ക്. കണ്ടില്ലേ, എല്ലാവരും കൊടയും ചൂടി അതുപോലെ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഓരോരുത്തർ പോകുന്നത്. ഞങ്ങൾ ആ മഴ ഫുള്ള് കൊണ്ടു കേട്ടോ. പിന്നെ അവിടെ വരെ എത്തിയതല്ലേ, അവിടെ നിന്ന് ഇറങ്ങി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങളതൊക്കെ ഒന്ന് കണ്ട് ഇപ്പം വണ്ടിയുടെ അടുത്തേക്ക് നടക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. വണ്ടി അങ്ങ് അറ്റത്ത് എവിടെയോ ആണ് പാർക്ക് ചെയ്തേക്കുന്നത്. അവിടേക്ക് ഞങ്ങൾ നടന്നു പോയി. അതും ഫുള്ള് കയറ്റം. ഈ കയറ്റം കയറി വയ്യാണ്ടായി. ലാസ്റ്റ് അങ്ങനെ വണ്ടിയിലെത്തി. പൈൻ ഫോറസ്റ്റിൽ ഈ ചോര കുടിക്കുന്ന അട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ കാലുമൊക്കെ കയറി ആ ചോര കുടിച്ചിട്ട് അട്ടയും കിടക്കുന്നുണ്ടായിരുന്നു, ബ്ലഡും ഒക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പേടി തോന്നി കുറച്ച് നേരം അവിടെ നിൽക്കാനായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലായിടത്തു നിന്നും ഇറങ്ങി. അപ്പം എനിക്ക് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് അവിടേക്ക് എടുക്കാനും പറ്റില്ല. ഒന്നാമത് മഴയല്ലേ, അത് കാരണം ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ആ പോകുന്ന വഴിയിൽ ഫുൾ കോടാട്ടോ. അപ്പം ഞങ്ങളൊരു സ്ഥലത്ത് ഒരു സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ആ കോടമഞ്ഞിൻ്റെ ഭംഗിയെങ്കിലും ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയേക്കാം കേട്ടോ.
ഈ വീഡിയോ എടുക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് നട്ടുച്ചയാട്ടോ. ഈ നട്ടുച്ചയ്ക്കാണ് ഈ കാണുന്ന കാഴ്ചയൊക്കെ. കൊടൈക്കനാലിൽ പോയിട്ട് കിട്ടിയ വൈബ് എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രാട്ടോ, ഈ കോടമഞ്ഞ്. ഈ സമയത്തേക്ക് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഈ കോടമഞ്ഞിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ശരിക്കും പറഞ്ഞാൽ നടന്ന് അവശതയായെന്ന് പറയാം. പിന്നെ അവിടെ നിന്ന് ടൗണിലെത്തി ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറിയിരിക്കുക കേട്ടോ. നല്ല പണി കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാവരും വെജിറ്റബിൾ മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. വെറും പച്ചക്കറി കറികൾ മാത്രമുള്ള ഒരു ചോറിന് 150 രൂപയാട്ടോ അവർ ചാർജ് ചെയ്തത്. കറികളൊന്നും ഒന്നിനും കൊള്ളില്ലായിരുന്നു കേട്ടോ. ആകപ്പാടെ കൊള്ളാമെന്ന് പറയുന്ന ഇച്ചിരി പായസം ഉണ്ടായിരുന്നു, അത് മാത്രം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളവിടെ നിന്നില്ല, ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം അവിടുത്തെ കാലാവസ്ഥ ഒന്നും അങ്ങനെയാണ്. പിന്നെ ഫുഡ് ഇൻഫെക്ഷൻ വന്നവർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാൽ മതി എന്നാണ്. അവിടെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അവർ ചാർജ് ചെയ്യുന്നത് 20 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. തിരിച്ച് ഈ ചുരം ഇറങ്ങുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത സങ്കടമായിരുന്നു കേട്ടോ. ആഗ്രഹിച്ച് കാണാൻ പോയതൊന്നും കാണാൻ പറ്റിയില്ല, അങ്ങനെ ഒരു വലിയൊരു വിഷമം. അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അടുത്ത സമ്മർ വെക്കേഷനുള്ള ഞങ്ങളുടെ ട്രിപ്പ് കൊടൈക്കനാലിലേക്ക് പോകാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ. സമ്മർ ആകുമ്പോൾ എന്തായാലും മഴ ഉണ്ടാവില്ലല്ലോ, പിന്നെ കോടയുടെ കാര്യം കണ്ടു തന്നെ അറിയേണ്ടി വരും. ചുരത്തിൽ ഇടയ്ക്കൊരു സൈഡിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. വണ്ടിയുടെ വീല് ചൂടായിട്ട് ബ്രേക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതുകൊണ്ട് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ നിർത്തിയത് കേട്ടോ. എന്തായാലും കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ കൊടൈക്കനാൽ. പിന്നെ ഞങ്ങളിവിടെ നിന്ന് പുറപ്പെട്ട് തമിഴ്നാട്ടിലിടയ്ക്ക് ഒരു സ്ഥലത്തൊക്കെ നിർത്തി ഒരു ലെമൺ ടീ ഒക്കെ കുടിച്ച് കേരളത്തിലെത്തിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ബോറടിപ്പിച്ചതിന് സോറി, ബൈ.